2016 മെയ് മാസം എല്ലാം ശരിയാകും എന്ന പ്രഖ്യാപനത്തോടുകൂടി ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ കേരളം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. തുടർന്ന് 40 വർഷത്തിന് ചരിത്രം തിരുത്തിക്കൊണ്ട് തുടർഭരണം നേടിയ ഈ സർക്കാർ 10 വർഷങ്ങൾ പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ പറയാൻ ഒരുപാട് വിജയഗാഥകളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും ഉണ്ട്. ഈ 10 വർഷം കേരളത്തെ എങ്ങനെ മാറ്റിമറിച്ചു നമുക്ക് നോക്കാം വിശദമായി. സർക്കാരിന്റെ നേട്ടങ്ങളും അതുപോലെ തന്നെ കോട്ടങ്ങളും. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ദുരന്തങ്ങളായിരുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ ഓക്കി, നിപ്പ, കോവിഡ്, അതുപോലെ തന്നെ മഹാപ്രളയം, ഈ ഓരോ ദുരന്തങ്ങളെയും സർക്കാർ നേരിട്ട രീതി ആഗോളതലത്തിൽ തന്നെ പ്രശംസ നേടിയതാണ്. 2018 മഹാപ്രളയം കേരളത്തെ തകർത്തപ്പോൾ ലോകത്തിന് മാതൃകയായ രീതിയിൽ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി അതിജീവനം സാധ്യമാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. നിപ്പ വൈറസിനെ തുരത്തിയും തുടർന്ന് വന്ന കോവിഡിനെ ബ്രേക്ക് ദ ചെയിൻ എന്ന ക്യാമ്പയിനിലൂടെ പിടിച്ചു നിർത്താനും ഈ സർക്കാരിന് കഴിഞ്ഞു. കോവിഡിനെതിരെ പോരാടിയ ഈ ഒരു പോരാട്ടം ആഗോളതലത്തിൽ തന്നെ ഈ സർക്കാരിന് അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു. ഈ സമയത്തുണ്ടായിരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണവും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചണുകളും സർക്കാരിന് ജനമനസ്സുകളിൽ ഇടം നേടിക്കൊടുക്കാൻ വലിയൊരു കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് ദിനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഡെയിലിയുള്ള വാർത്താ സമ്മേളനം, ഈ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കൊടുക്കാനും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതാണ് കോവിഡ് കാലത്ത് നമ്മൾ കണ്ട പ്രവർത്തനങ്ങൾ. ഇതുപോലെ തന്നെയായിരുന്നു മഹാപ്രളയത്തിന്റെ സമയത്തും തുടർന്നുള്ള ഓരോ ദുരന്തങ്ങളിലും സർക്കാർ വഹിച്ച പങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് വികസനങ്ങളിലേക്ക് വരികയാണെങ്കിൽ, പതിറ്റാണ്ടുകളോളം യാഥാർത്ഥ്യമാകാതെ കിടന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, അതുപോലെ തന്നെ ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിച്ചു. കിഫ്ബി വഴി 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. ഇനി നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്നിരിക്കെ അവർക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഈ സർക്കാരിന്റെ വകുപ്പ് എന്ന് പറയുന്നത് 100 മാർക്ക് കൊടുക്കാവുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുട്ടികളോടൊപ്പം പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന ഒരു മന്ത്രിയും ഒരു വകുപ്പുമാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം മന്ത്രിസഭ വന്നപ്പോഴത്തേക്കും വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് വി ശിവൻകുട്ടി ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും നെറ്റിയും ചുളിഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്ന് ടൈറ്റിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നല്ല മുന്നേറ്റത്തോടു കൂടി പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു വകുപ്പ് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആയി മാറിയതും കുട്ടികൾക്കുള്ള ടെക്സ്റ്റ് ബുക്കുകളും യൂണിഫോമുകളും ഒക്കെ തന്നെ ഒരു അധ്യയന വർഷം കഴിയുന്നതിന് 2 മാസം മുമ്പ് തന്നെ വിതരണം ചെയ്ത കാര്യമായാലും, അവരുടെ ഫുഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായാലും, പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ കലോത്സവം, സ്പോർട്സ് മുതലായ കാര്യങ്ങൾ മികച്ച രീതിയിൽ നടത്തിക്കൊണ്ട് പോയതും, അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൂർ പോകുന്ന കേസൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഏതെങ്കിലും കുട്ടികൾക്ക് ടൂർ പോകാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയും ഒരു വകുപ്പുമായിരുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. എപ്പോഴും നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള വർഷങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വളരെ മികച്ച ഒരു മന്ത്രിയായിട്ടാണ് മന്ത്രിയാണ് വകുപ്പുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആർദ്ര മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. പിന്നീട് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. വീടില്ലാത്തവർക്ക് മാത്രമാണ് വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ സർക്കാരിന്റെ പദ്ധതി പ്രകാരം എല്ലാവരുടെയും സ്വന്തമായി ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലൈഫ് മിഷനിലൂടെ സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തുറമുഖത്തേക്ക് ആദ്യ കപ്പൽ എത്തിയതും പദ്ധതി വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമായതും ഈ സർക്കാരിന്റെ ഒരു നേട്ടം തന്നെയാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ K-Phone, കൊച്ചി വാട്ടർ മെട്രോ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പദ്ധതികളും, പിന്നീട് നമ്മൾ പ്രധാനമായിട്ട് വരുന്നത് ക്ഷേമ പെൻഷനിലേക്കാണ്. സാധാരണക്കാരായിട്ടുള്ള പ്രായം ചെന്ന ആളുകളിലേക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തന്നെയാണ്. 600 രൂപയിൽ നിന്നും 2000 രൂപയായിട്ടാണ് പെൻഷൻ ഉയർത്തിയിട്ടുള്ളത്.
അതുകൂടാതെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള വീട്ടമ്മമാർക്കായിട്ട് പെൻഷൻ അനുവദിച്ചു, മന്ത്ലി 1000 രൂപ. അതുപോലെ തന്നെ 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കായിട്ട് 1000 രൂപയുടെ കണക്ട് വർക്ക് സ്കീം വഴിയുള്ള സ്കോളർഷിപ്പും അനുവദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ വ്യവസായ മേഖലയിൽ നല്ല മുന്നേറ്റമാണ്. അതുപോലെ തന്നെ മുണ്ടക്കൽ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോഴും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ പാർട്ട് 1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാർട്ട് 2ലേക്ക് കിടക്കാം. ഒരുപാട് വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും നിരവധി അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഭരണകക്ഷി പാർട്ടിയിലെ ഒരുപാട് അംഗങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ടു. ഇതുകൂടാതെ സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷനിലെ ആരോപണങ്ങൾ, പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ തുടങ്ങിയവ സർക്കാരിന് തിരിച്ചടിയായി. നമ്മൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രമുഖ വ്യക്തികളെയും അറസ്റ്റ് ചെയ്യാൻ ആർജവം കാണിച്ചൊരു വകുപ്പായിരുന്നു ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. നിസ്സംശയം നമുക്ക് പറയാം, പ്രമുഖരായിട്ടുള്ള ദിലീപ്, അതുപോലെ തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പോലെയുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനായിട്ട് ഈ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു. അതേസമയം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ കേസുകളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആഭ്യന്തര വകുപ്പിന് ഒരു വീഴ്ച തന്നെയായിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കേരളം വികസനത്തിലൂടെ മുന്നേറുമെന്ന് പറയുമ്പോഴും ഒരുപാട് ആരോപണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ഈ സർക്കാരിന് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ചരിത്രപരമായ 10 വർഷങ്ങൾ പൂർത്തിയാക്കി ഈ സർക്കാർ പടിയിറങ്ങുമ്പോൾ നിങ്ങൾ ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഗുണങ്ങളോ നേട്ടങ്ങളോ ദോഷങ്ങളോ കോട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ സർക്കാരിനെ കുറിച്ചുള്ള പൊതുജന അഭിപ്രായം അറിയാനായിട്ട് നിങ്ങളിലേക്കും ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളും കാണുക. വരുന്ന വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.